ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ LDCയുടെ സിലബസൊക്കെ വന്നിട്ടുണ്ട്. പഴയ സിലബസ് തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് തൊട്ട് LDCയുടെ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് ഡെയിലി റെക്കോർഡ് ക്ലാസ്സുകളുണ്ടായിരിക്കും. രാവിലെ നമ്മൾ റെക്കോർഡ് ക്ലാസ് തരും. വൈകുന്നേരം നമ്മൾ തരുന്ന ക്ലാസ്സിൽ നിന്ന് ഒരു 20-25 ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു മോക്ക് ടെസ്റ്റ് ഡെയിലി ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. ആദ്യം തന്നെ നമുക്ക് കേരളത്തിൻ്റെ സ്ഥാനം, അതായത് ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ്. എവിടെയാണ്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ് കേരളത്തിൻ്റെ സ്ഥാനം. ഇനി കേരളത്തിൻ്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെ. എവിടെ മുതലാണ്? 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെ. ഇനി രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെ. രേഖാംശ സ്ഥാനം ഏതാണ്? 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇനി കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. എത്രയാണ്? 38,863 കിലോമീറ്റർ. അത് ഓർത്തിരിക്കണം, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 1.18% മാത്രമാണ് കേരളം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. എത്രയാണ്? 560 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം. അതുപോലെ കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്ററാണ്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ, കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം 580 കിലോമീറ്റർ. ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ 13-ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ 21-ാം സ്ഥാനം, ജനസംഖ്യയുടെ കാര്യത്തിൽ 13-ാം സ്ഥാനം. ഇനി കേരളത്തിൻ്റെ പ്രധാന അതിർത്തികൾ നോക്കാം. ഏതൊക്കെയാണ് കേരളത്തിൻ്റെ പ്രധാന അതിർത്തികൾ? തമിഴ്നാട്, കർണാടക, ഈ 2 സംസ്ഥാനങ്ങളാണ് കേരളവുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള സംസ്ഥാനം തമിഴ്നാട്, വടക്ക് ഭാഗത്തുള്ളത് കർണാടക. കേരളത്തിൻ്റെ പടിഞ്ഞാറ് വശത്തെ അതിരെന്ന് പറയുന്നത് അറബിക്കടലും അതുപോലെ കേന്ദ്രഭരണ പ്രദേശമായ മാഹി. ഇനി കിഴക്ക് ഭാഗത്തെ അതിര് പശ്ചിമഘട്ടം. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെയും ആൻസർ പശ്ചിമഘട്ടം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് കേരളത്തിൻ്റെ അതിര്? വടക്ക് കർണാടക, തെക്ക് തമിഴ്നാട്, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് പശ്ചിമഘട്ടം. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, ഈ 3 ജില്ലകൾ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തത്. ഇനി തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾ, ഈ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ 3 കാസർഗോഡ്, കണ്ണൂർ, വയനാട്. ഇതിൽ വയനാട് കർണാടകയായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്, അതുപോലെ തമിഴ്നാടുമായിട്ടും പങ്കിടുന്നുണ്ട്. ഇനി തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ടതും കടൽ തീരമില്ലാത്തതുമായ കേരളത്തിലെ ജില്ലകൾ 5 വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. അത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്. കേരളത്തിലെ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. അതുപോലെ തന്നെ സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ഒരു ജില്ലയാണ് കോട്ടയം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു.
മലനാട്, ഇടനാട്, തീരപ്രദേശം. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണിത്. ഇനി നമുക്ക് മലനാടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട് വരുന്നത്. എത്ര ശതമാനമാണ്? 48% മലനാടാണ്. കേരളത്തിൽ മലനാടിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്ററാണ്. അതായത് 75 മീറ്റർ മുതൽ 900 മീറ്റർ വരെയാണ് നമ്മുടെ മലനാടിൻ്റെ ഏകദേശ ഉയരം കണക്കാക്കുന്നത്. എത്രയാണ്? 75 മീറ്റർ മുതൽ 900 മീറ്റർ വരെ. ഓർത്തിരിക്കണം. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതിയാണ് മലനാടെന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗമാണ് മലനാട്. പിന്നെ കേരളത്തിലെ നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിലെ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മലനാട്ടിൽ നിന്ന്. കേരളത്തിൽ ഒരു ജില്ലയിൽ മാത്രമാണ് മലനാട് ഇല്ലാത്തതുള്ളൂ. അത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ മലനാട് എന്ന് പറയുന്ന ഭൂപ്രകൃതി ഇല്ല. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ ഇവയൊക്കെയാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ. മലനാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ മലനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ, മലകളൊക്കെ. അപ്പോൾ നമുക്ക് അവയെ കൂടി നോക്കാം. ആനമുടി. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. അതുപോലെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാലും അതും ആനമുടി തന്നെയാണ്. ഏതാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടി. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? അതും ആനമുടി തന്നെയാണ്. ഇനി ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നോക്കാം. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്ത്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അഥവാ 8842 ഫീറ്റ്. ഇനി ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ആനമുടിയുടെ ഉയരം രേഖപ്പെടുത്തിയത്. ആരാണ്? ജനറൽ ഡഗ്ലസ് ഹാമിൽട്ടൺ. അത് 1862 അദ്ദേഹം ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണെന്നുള്ളത് രേഖപ്പെടുത്തിയത്. ആനമുടിക്ക് ശേഷം കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മീശപ്പുലിമലയാണ്. മീശപ്പുലിമലയാണ് ആനമുടി കഴിഞ്ഞാൽ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി. ഇനി മീശപ്പുലിമലയുടെ ഉയരം എത്രയാണ്? 2640 മീറ്ററാണ് മീശപ്പുലിമലയുടെ ഉയരം. ആനമുടിയുടെ ഉയരം 2695 മീറ്ററും മീശപ്പുലിമലയുടെ ഉയരം 2640 മീറ്ററും. അടുത്ത മലനിര അഗസ്ത്യാർകൂടം. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അല്ലെങ്കിൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടത്തിൻ്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 1868 മീറ്ററാണ്. എത്രയാണ്? 1868 മീറ്ററാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ഉയരം. എവിടെയാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല അഥവാ അഗസ്ത്യാർകൂടം. അപ്പോൾ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണിത്. 1ാമത്തെ ജൈവമണ്ഡലം എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവകേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2001. 2001 അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവമണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചത്.
അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന നദികളാണ് കരമന, നെയ്യാറ്. ഇനി അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് താമ്രപർണി. തമിഴ്നാട്ടിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. പിന്നെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാറ്, പേപ്പാറ, ചെന്തരുണി. ഓർത്തിരിക്കുക. ഇവയെ കൂടാതെ നമുക്ക് കേരളത്തിലുള്ള മറ്റ് പ്രധാന മലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശബരിമല പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്നു. പൂച്ചിമല അതും പത്തനംതിട്ടയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശിവഗിരിമല ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പാലാപ്പിള്ളി തൃശ്ശൂരിൽ. തിരുവില്ലാമല അതും തൃശ്ശൂർ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മാമ്പാറ പാലക്കാട് സ്ഥിതി ചെയ്യുന്നൊരു മലയാണ്. മല്ലീശ്വരൻ മുടിയും പാലക്കാട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മലകളാണ് അമ്പുകുത്തിമല, ബാണാസുര, ബ്രഹ്മഗിരി, ചെമ്പ്ര കൊടുമുടി. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലയാണ് അരിമ്പ്ര കുന്നുകൾ. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള മലകളാണ് പൈതൽ മല, പുരളിമല, ഏഴിമല. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലയാണ് റാണിപുരം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മലനാടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചുരങ്ങളാണ്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്നത്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. ഈ വയനാട് ചുരം തന്നെയാണ് താമരശ്ശേരി ചുരം എന്നും അറിയപ്പെടുന്നത്. അപ്പം വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോഴിക്കോടും വയനാടും. ഈ രണ്ട് ജില്ലകളെ തമ്മിലാണ് വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത്. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം. വയനാട് ചുരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 766. ഏതാണ് NH 766? വയനാട് ചുരം അഥവാ താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോഴിക്കോട്, മൈസൂർ. കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം. ഇനി ഇവ ബന്ധിപ്പിക്കുന്ന ജില്ലകളാണ് കോഴിക്കോടും വയനാടും. അടുത്തത് ആലുവാമൊഴി ചുരം. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആലുവാമൊഴി ചുരം. ആലുവാമൊഴി ചുരത്തിൻ്റെ മറ്റൊരു പേരാണ് ആരംപോളി. ആലുവാമൊഴി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം, തിരുനെൽവേലി. തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആലുവാമൊഴി ചുരം. പേരമ്പാടി ചുരം. കേരളത്തിലെ കണ്ണൂരിനെയും കർണാടകയിലെ കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിനടുത്താണ് പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് ചുരമാണ്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലായിട്ടാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ പ്രദേശമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിൻ്റെ വീതി വരുന്നത് 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. ഇനി പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. ഏതാണ് NH 544? ഇനി പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും തമ്മിലാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്. അടുത്തത് ബോഡി നായ്ക്കന്നൂർ ചുരം. ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 85. ആര്യങ്കാവ് ചുരം. പുനലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH 744. ഈ ആര്യങ്കാവ് ചുരം തന്നെയാണ് ചെങ്കോട്ട ചുരം എന്നും അറിയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് നാടുകാണി ചുരം. നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാടുകാണി.
വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാൽച്ചുരം. മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. തൊടുപുഴയെ തേനിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. ഇവയൊക്കെയാണ് കേരളത്തിലെ പ്രധാന ചുരങ്ങൾ. ഇനി നമുക്ക് പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. ഏതാണ്? വയനാട് പീഠഭൂമി. ഇനി പ്രധാന പീഠഭൂമികൾ: വയനാട് പീഠഭൂമി, നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി. ഇതൊക്കെയാണ് കേരളത്തിലെ പ്രധാന പീഠഭൂമികളിൽ. ഇവയിൽ ഏറ്റവും വലിയ പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത്രയൊക്കെയാണ് നമ്മുടെ മലനാടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാന കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഭൂവിഭാഗത്തെക്കുറിച്ച് പഠിക്കാം. ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളാണ് ഇടനാട് എന്നറിയപ്പെടുന്നത്. എത്ര മീറ്ററാണ് ഉയരം? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാട് ഭൂപ്രദേശത്തിൻ്റെ ഉയരം. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാട്. മലനാട് 48%, ഇടനാട് 42%. ഇനി ഇടനാടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങൾ, ഇതെല്ലാം ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയായിട്ട് വരുന്നതാണ്. ഇടനാടിൻ്റെ കിഴക്കേ അതിര് മലനാടും പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. ഇടനാട്ടിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന മണ്ണിനുമാണ് ലാറ്ററൈറ്റ് മണ്ണ്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലെ മണ്ണിനങ്ങളിൽ 65% ലാറ്ററൈറ്റ് മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പം ഇടനാട്ടിലെ പ്രധാന മണ്ണിനും ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി ഇടനാട്ടിലെ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക, റബ്ബർ, കാപ്പി, ചേന. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒട്ടുമിക്ക കാർഷിക വിളകളും നമ്മുടെ ഇടനാട്ടിലുണ്ട്. അടുത്തത് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്നത് തീരപ്രദേശം. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. 48% മലനാട്, 42% ഇടനാട്, 10% തീരപ്രദേശം. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട്. ഓർത്തിരിക്കണം, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സ്ഥലമാണ് കുട്ടനാട്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ നെല്ല്, തെങ്ങ് ഇവയാണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയം. ഏതാണ്? തോറിയമാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവധാതു. തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5. കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. കടൽത്തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച്. കണ്ണൂരിലുള്ള മുഴുപ്പിലങ്ങാട് ബീച്ചാണ് ഏറ്റവും നീളം കൂടിയത്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കോൾ നിലങ്ങൾ. കോൾ നിലങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾ നിലങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും 1/2 മീറ്റർ മുതൽ 1 മീറ്റർ വരെ താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് കോൾ നിലങ്ങൾ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനമായിട്ടും കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ തൃശ്ശൂർ, മലപ്പുറം. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖലകൾ കൂടിയാണ് ഈ കോൾ നിലങ്ങൾ. പൊക്കാളി കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് തൃശ്ശൂരും മലപ്പുറത്തുമുള്ള കോൾ നിലങ്ങൾ. വെള്ളക്കെട്ടിനെ അതിജീവിക്കാൻ കഴിവുള്ളതും അതുപോലെ ലവണ പ്രതിരോധശേഷി കൂടുതലും ഉള്ളതുമായ ഒരു ഇനം നെൽവിത്താണ് പൊക്കാളി. അപ്പോൾ കോൾ നിലങ്ങളിൽ കൃഷി ചെയ്യാനായിട്ട് അനുയോജ്യമായൊരു നെൽച്ചെടിയാണ് പൊക്കാളി. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് ഇന്ന് രാത്രി 9:30 ശേഷം ഉണ്ടായിരിക്കും. അപ്പോൾ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക.
പിന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും തുടർന്നുള്ള വീഡിയോസിൽ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.